എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് നിതിൻ. OET റീഡിംഗ് പാർട്ട് ബിയിലോട്ട് വരുമ്പോൾ ഒട്ടുമിക്ക എല്ലാ കാൻഡിഡേറ്റ്സും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് വാട്ട് ഈസ് ദ പേർപ്പസ് ഓഫ് ദിസ് എക്സ്ട്രാക്ട്, അല്ലെങ്കിൽ വാട്ട് ഡസ് ദിസ് സർക്കുലർ ഇൻഫോമസ് അബൌട്ട് എന്നീ ചോദ്യങ്ങൾ കാണുമ്പോൾ അതിന് പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങളാണുള്ളത്. ആദ്യത്തേത്, ഈ ടൈപ്പ് ഓഫ് ചോദ്യത്തിന് ഡയറക്റ്റ് ആൻസർ നമുക്ക് എക്സ്ട്രാക്റ്റിൽ നിന്ന് കണ്ടെത്താൻ സാധിക്കത്തില്ല. അതായത് ഉത്തരം ഒരിക്കലും ഒരു സെൻറ്റൻസിലോ അല്ലെങ്കിൽ വേറൊരു സെൻറ്റൻസിലോ നമുക്ക് കണ്ടുപിടിക്കുക വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഈ ടൈപ്പ് ഓഫ് ചോദ്യത്തിന് ഉത്തരം ആ ഒരു എക്സ്ട്രാക്റ്റിൽ സ്പ്രെഡ് ഔട്ട് ആയിരിക്കും. നമ്മൾ ആ ഒരു എക്സ്ട്രാക്ട് ശരിക്കും വായിച്ച് മനസ്സിലാക്കി അതിൻ്റെ ഒരു സമ്മറൈസ്ഡ് വേർഷൻ കിട്ടിയാൽ മാത്രമേ ഉള്ളൂ നമുക്കതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് ആ ചോദ്യത്തിൻ്റെ ഓപ്ഷൻസിൽ പ്ലേ ചെയ്യുന്ന ഒരു ട്രിക്കാണ്. അതായത് എക്സാമിനേഴ്സ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ആ ഒരു എക്സ്ട്രാക്റ്റിൽ 3 or 4 അല്ലെങ്കിൽ 5 or 6 ഇൻഫോർമേഷൻ പറയുന്നുണ്ടായിരിക്കുമല്ലോ. അതിലേതെങ്കിലും ഒരു ഇൻഫോർമേഷൻ എടുത്തേച്ച് ഓപ്ഷനായിട്ട് അവർ പ്ലേസ് ചെയ്യും. നമ്മൾ നോക്കുമ്പോൾ ആ ഓപ്ഷൻ്റെ മീനിങ്ങും എക്സ്ട്രാക്റ്റിൽ പറഞ്ഞിരിക്കുന്ന ആ ഒരു സെൻറ്റൻസിൻ്റെ മീനിങ്ങും സെയിം ആണ്. സോ നമ്മളത് ആൻസർ ആയിട്ട് ചെയ്യും. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം ആ ഒരു ഓപ്ഷൻ ആയിരിക്കത്തില്ല. ദാറ്റ് ഓപ്ഷൻ മേ ബി ട്രൂ അക്കോർഡിംഗ് ടു ദ എക്സ്ട്രാക്ട്, ബട്ട് ഇറ്റ് മേ നോട്ട് ബി ആൻസറിങ് ദ ക്വസ്റ്റ്യൻ. അങ്ങനെ വരുമ്പോൾ നമ്മൾ കൺഫ്യൂസ്ഡ് ആയിപ്പോകും. സോ ഈ ഒരു പ്രശ്നം എങ്ങനെ മറികടക്കാം എന്ന് നമുക്കൊരു സാമ്പിൾ ക്വസ്റ്റ്യൻ്റെ സഹായത്തോടെ നോക്കാം. സോ ക്വസ്റ്റ്യൻ ഞാൻ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ആൻഡ് ആഫ്റ്റർ ദാറ്റ് വി വിൽ അറ്റംപ്റ്റ് ദ ക്വസ്റ്റ്യൻ ടുഗെദർ. ഐ ഹോപ്പ് ഓൾ ഓഫ് യു ഹാവ് റീച്ച്ഡ് ആൻ ആൻസർ. ഇനി നമുക്ക് ചോദ്യത്തിന് ഉത്തരം കണ്ടുപിടിക്കുന്നതിന് മുമ്പേ ആദ്യം തന്നെ എക്സ്ട്രാക്ട് ഒന്ന് സ്കിം ചെയ്യാം. സ്കിമ്മിങ്ങിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ആ എക്സ്ട്രാക്റ്റിൽ എന്തൊക്കെ ഇൻഫോർമേഷനാണ് കൊടുത്തിരിക്കുന്നത് എന്നൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. നമ്മൾ ഡീറ്റെയിൽസ് ഒന്നും മെമ്മറൈസ് ചെയ്തിരിക്കേണ്ട ആവശ്യമില്ല. സോ ലെറ്റ് സ്റ്റാർട്ട് സ്കിമ്മിങ്. സോ ഇവിടെ എക്സ്ട്രാക്റ്റിൽ ആദ്യം തന്നെ പറയുന്നത് എന്താണ്? പേഷ്യൻ്റ് ട്രാൻസ്ഫറിൻ്റെ സമയത്ത് പേഷ്യൻറ്റിൻ്റെയോ അല്ലെങ്കിൽ പേഷ്യൻറ്റിൻ്റെ ലീഗൽ റെപ്രസെൻറ്റേറ്റീവിൻ്റെയോ കൺസെൻറ്റ് ആവശ്യമാണെന്നാണ്. അതാണ് ആദ്യത്തെ ഇൻഫോർമേഷൻ. സെക്കൻഡ് ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു പേഷ്യൻറ്റിനെ വേറൊരു ഹോസ്പിറ്റലിലോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ നേരത്ത് അഡ്വാൻസ് ആയിട്ട് ആ ഒരു ഹോസ്പിറ്റൽ അറിയിച്ചിരിക്കണം. അതുപോലെ തന്നെ ആ ഒരു ഹോസ്പിറ്റലിലെ ഫിസിഷ്യൻ പേഷ്യൻറ്റിനെ അക്സെപ്റ്റ് ചെയ്തിരിക്കുകയും വേണം. ഇനി മൂന്നാമത് പറയുന്നത് പേഷ്യൻറ്റിൻ്റെ കൂടെ ആവശ്യത്തിനുള്ള മെഡിക്കൽ ഇൻഫർമേഷൻ പേഷ്യൻറ്റിൻ്റെ കൂടെ അക്കോമഡേറ്റ് ചെയ്യണം എന്നുള്ള കാര്യമാണ്. നാലാമത് പറയുന്നത് മെഡിക്കൽ റെക്കോർഡ് ഏത് തരം മെഡിക്കൽ ഇൻഫർമേഷനാണ് അതിൽ അടങ്ങിയിരിക്കുന്നതെന്ന് റിഫ്ലക്റ്റ് ചെയ്യണം. ആൻഡ് ലാസ്റ്റ് പറയുന്നത് പേഷ്യൻറ്റിൻ്റെ കൂടെ ആവശ്യത്തിനുള്ള സ്റ്റാഫും മെഡിക്കൽ എക്യുപ്മെൻറ്റ്സും അക്കോമഡേറ്റ് ചെയ്തിരിക്കണം എന്നാണ്. സോ ഈ 5 കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു എക്സ്ട്രാക്റ്റിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് ചോദ്യം നോക്കാം. വാട്ട് ഈസ് ദ പേർപ്പസ് ഓഫ് ദിസ് പ്രൊസീജിയർ? അതായത് ഈ ഒരു പ്രൊസീജിയറിൻ്റെ ഉദ്ദേശം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ഒരു എക്സ്ട്രാക്റ്റിൽ ഒരു പെർട്ടിക്കുലർ ഇൻഫർമേഷൻ അല്ല ചോദിക്കുന്നത്. ഈ 5 കാര്യങ്ങളും ഇവിടെ പറഞ്ഞിരിക്കുന്നതിൻ്റെ പിന്നിലെ ഉദ്ദേശം അല്ലെങ്കിൽ അതിൻ്റെ പേർപ്പസ് ആണ് ചോദിക്കുന്നത്. ഇനി നമുക്ക് ഓപ്ഷൻസിലൂടെ ഒന്ന് കടന്നു നോക്കാം. ഓപ്ഷൻ ബി ആൻഡ് സി വായിക്കുമ്പോൾ മനസ്സിലാവും ആ 2 ഓപ്ഷൻസിലും പറഞ്ഞിരിക്കുന്ന കാര്യം നമുക്ക് എക്സ്ട്രാക്റ്റിൽ അതുപോലെ തന്നെ കാണാൻ പറ്റും. അതായത് നെസസറി മെഡിക്കൽ ഇൻഫർമേഷൻ പേഷ്യൻറ്റിലൂടെ അക്കോമഡേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള സ്റ്റാഫും പേഷ്യൻറ്റിൻ്റെ കൂടെ റിസീവിംഗ് ഹോസ്പിറ്റലിലോട്ട് ട്രാവൽ ചെയ്യണം എന്നും പറഞ്ഞിട്ടുണ്ട്. ഇവിടെയാണ് നമ്മൾ കൺഫ്യൂസ്ഡ് ആവുന്നത്. കാരണം ഓപ്ഷൻ ബി ആൻഡ് സി ആർ ട്രൂ അക്കോർഡിംഗ് ടു ദ എക്സ്ട്രാക്ട്. ഇപ്പോൾ നമ്മൾ ഏതാണ് ആൻസർ ചെയ്യുന്നത്? ബി ആണോ സി ആണോ? ഈ ഒരു കൺഫ്യൂഷനാണ് ഒട്ടുമിക്ക എല്ലാ കാൻഡിഡേറ്റ്സിനും വരുന്നത്. ഇനി നമ്മൾ ക്വസ്റ്റ്യൻ ഒന്നും കൂടി ഒന്ന് ശ്രദ്ധിച്ച് വായിക്കുമ്പോൾ മനസ്സിലാവും ഒരു പെർട്ടിക്കുലർ ഇൻഫർമേഷൻ അല്ല ചോദിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ, അതായത് ഈ 5 കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിരിക്കുന്നതിൻ്റെ ഉദ്ദേശമാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് ബിയിലോട്ടോ അല്ലെങ്കിൽ സിയിലോട്ടോ ലിമിറ്റ് ചെയ്യാൻ പറ്റത്തില്ല ആൻസർ. ഇനി നമുക്ക് ആ ഓപ്ഷൻ ഒന്ന് ഹൈഡ് ചെയ്തിട്ട് ആ എക്സ്ട്രാക്റ്റിൽ അല്ലെങ്കിൽ ആ ഒരു 5 പോയിന്റ് പറഞ്ഞിരിക്കുന്നതിൻ്റെ ഉദ്ദേശം ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഒരു പേഷ്യൻറ്റിനെ ഒരു ഫെസിലിറ്റിയിൽ നിന്ന് വേറൊരു ഫെസിലിറ്റിയിലോട്ട് മാറ്റുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഈ 5 ഇൻഫോർമേഷൻ എന്ന് പറയുന്നത്. ആ 5 ഇൻഫോർമേഷനിലെ 2 ഇൻഫോർമേഷൻ മാത്രമാണ് ഓപ്ഷൻ ബി ആൻഡ് സി. ഈ 5 കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്തിനാണ്? ഒരു പേഷ്യൻറ്റിനെ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് വേറൊരു ഹോസ്പിറ്റലിലോട്ട് മാറ്റാൻ നേരത്ത് ചെയ്യേണ്ട പ്രൊസീജിയേഴ്സാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്തായി? ഓപ്ഷൻ എ, അതായത് ജനറൽ റിക്വയർമെൻറ്റ്സ് ഫോർ ഡിസ്ചാർജ് ടു ആൻ അക്യൂട്ട് ഫെസിലിറ്റി. ഐ ഹോപ്പ് യു ഹാവ് അണ്ടർസ്റ്റുഡ് ഹൗ ഓപ്ഷൻ എ ഈസ് ബിക്കമിങ് ദ ആൻസർ. സോ ഇവിടെ നമ്മൾ ഈ ഒരു ട്രിക്കിൽ നിന്നാണ് എസ്കേപ്പ് ആകുന്നത്. ഇവിടെ ഓപ്ഷൻ ബി ആൻഡ് സി 2 ഓപ്ഷനും ആർ ട്രൂ അക്കോർഡിംഗ് ടു ദ എക്സ്ട്രാക്ട്, ബട്ട് ദേ ആർ നോട്ട് ബിക്കമിങ് ദ ആൻസർ ടു ദ ക്വസ്റ്റ്യൻ. കാൻഡിഡേറ്റ്സ് നോക്കുമ്പോൾ എക്സ്ട്രാക്റ്റിൽ പറഞ്ഞിരിക്കുന്ന അതേ കാര്യങ്ങൾ ഓപ്ഷൻസിലും കാണാം. സോ ദേ തിങ്ക് ദാറ്റ് ഷുഡ് ബി ദ ആൻസർ, ബട്ട് ഇറ്റ് ഈസ് നോട്ട്. ഇവിടെ നമ്മൾ ചോദ്യത്തിലാണ് ഫോക്കസ് ചെയ്യുന്നത്. സോ നിങ്ങൾ ഇത്രയും ചെയ്താൽ മതി. ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരാൻ നേരത്ത് പാരാഫ് ഫുൾ സ്കിം ചെയ്തിട്ട് എന്തൊക്കെ ഇൻഫർമേഷനാണ് അവിടെ പറഞ്ഞിരിക്കുന്നതെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. അത് പോയിന്റ് ബൈ പോയിന്റ് നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. എന്നിട്ട് ഏറ്റവും അവസരം ജസ്റ്റ് ഇത്രയും ചോദിച്ചാൽ മതി. ഇത്രയും കാര്യങ്ങൾ ഇവിടെ പറയുന്നതിൻ്റെ പിന്നിലെ ഉദ്ദേശം എന്താണ്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇത്രയും ഇൻഫർമേഷൻ ഈ ഒരു എക്സ്ട്രാക്റ്റിൽ പറഞ്ഞിരിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു ഉത്തരത്തിലോട്ട് റീച്ച് ചെയ്യാൻ പറ്റും. ആ ഒരു ഉത്തരം നമ്മൾ ഓപ്ഷൻസുമായിട്ട് മാച്ച് ചെയ്യാൻ നേരത്ത് നമുക്ക് റൈറ്റ് ഓപ്ഷനിലോട്ട് റീച്ച് ചെയ്യാൻ പറ്റും.
ഐ ഹോപ്പ് ദിസ് വീഡിയോ വാസ് ഹെൽപ്ഫുൾ ഫോർ യു. സോ നെക്സ്റ്റ് ടൈം നിങ്ങൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യാൻ നേരത്ത് നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്ന് മനസ്സിൽ വെക്കുക. എക്സ്ട്രാക്ട് ശരിക്കും വായിച്ച് മനസ്സിലാക്കി അതിൻ്റെ ഒരു സമ്മറി എന്താണെന്നൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ആ എക്സ്ട്രാക്റ്റിലൂടെ എന്താണ് റൈറ്റർ പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും.